യമാമയിലെ ക്രൂരനായ ഭരണാധികാരിയാണ് ഉമാമ. പ്രവാചകനോടും തൻ്റെ സ്വഹാബികളോടും അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടന്നിരുന്ന ആൾ. എത്രത്തോളം എന്ന് വെച്ചാൽ തൻ്റെ അണികളോട് മുഹമ്മദിനെ എവിടെ കണ്ടാലും കൊന്നു കളഞ്ഞേക്കണം എന്ന് വരെ പ്രസംഗിച്ച് നടന്നിരുന്ന ഉമാമ. ഒരു ദിവസം അദ്ദേഹം തൻ്റെ സൈനികരെയും കൂട്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. വഴിമധ്യേ ചുഴലിക്കാറ്റിൽപ്പെടുന്നുണ്ട് ഉമാമ. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അണികളിൽ പലരും ചുഴലിക്കാറ്റിൽപ്പെട്ട് മരണമടയുന്നുണ്ട്. അങ്ങനെ സ്ഥിതിഗതികൾ അറിയാൻ വേണ്ടി മഹാനായ പ്രവാചകൻ്റെ സ്വഹാബികൾ ഇങ്ങനെ തെരയുന്ന സമയത്ത് മണ്ണിൽ പുരണ്ടു കിടക്കുന്ന ഉമാമയെ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ മദീനയിലേക്ക് കൊണ്ടുപോയി മദീനയുടെ ഒരു തൂണിൽ കെട്ടിയിടുന്നുണ്ട്. പരിശുദ്ധ പ്രവാചകൻ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് തൂണിൽ കെട്ടിയിട്ട ഉമാമയെ കാണുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? യമാമയുടെ ഭരണാധികാരിയാണ് അദ്ദേഹം. അങ്ങനെ പ്രവാചകന് വീട്ടിൽ പോയി ഒട്ടകത്തിൻ്റെ പാല് കറന്നുകൊണ്ട് ഉമാമയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആ ദിവസം കഴിയാൻ നേരത്ത് മഹാനായ പ്രവാചകർ ഉമാമയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഉമാമ? നിസ്സഹായനാണ് ഞാൻ. മുഹമ്മദ്, നിനക്ക് എന്നെ കൊന്നുകളയാം. എൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല, എൻ്റെ കൂടെ എൻ്റെ സൈനികരില്ല. പ്രവാചകരൊന്നും പറയാതെ തിരിച്ചു പോകുന്നുണ്ട്. പിറ്റേ ദിവസവും സുഭിക്ഷമായ ഭക്ഷണം ഉമാമക്ക് തയ്യാർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം കഴിയാൻ നേരത്തും പ്രവാചകനെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഉമാമ? ആ സമയത്തും പതിവ് മറുപടി തന്നെ ഉമാമ നൽകുന്നു. മൂന്നാമത്തെ ദിവസവും കഴിയാൻ നേരത്ത് മഹാനായ പ്രവാചകർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഉമാമ? ആ സമയത്താണ് വീണ്ടും ഉമാമയുടെ മറുപടി ഇങ്ങനെ തന്നെയാണ്, എന്നെ വധിച്ചു കളയണം. എൻ്റെ കൂടെ ആയുധങ്ങളില്ല, എനിക്ക് എൻ്റെ കൂടെ സൈനികരുമില്ല. മുഹമ്മദ് എന്നെ വധിച്ചു കളഞ്ഞാലും. ആ സമയത്ത് പരിശുദ്ധ പ്രവാചകർ തൻ്റെ അണികളോട് അദ്ദേഹത്തെ കെട്ടഴിച്ചു വിടാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഉമാമയുടെ മനസ്സിൽ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് തിരിച്ച് മടങ്ങി വരുന്നുണ്ട്. മുഹമ്മദ്, ഈ ലോകത്ത് ഏറ്റവും വെറുപ്പുള്ള മനുഷ്യൻ നീയായിരുന്നു. പക്ഷേ എന്നെ വധിക്കാൻ, എന്നെ കീഴ്പ്പെടുത്താൻ എല്ലാവിധ അവസരങ്ങളും കിട്ടിയിട്ടും നീ എന്നെ വെറുതെ വിട്ടല്ലോ. അതുകൊണ്ട് ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇന്നു മുതൽ നിങ്ങളാണ് എന്ന് പരിശുദ്ധ പ്രവാചകനോട് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ മഹാനായ പ്രവാചകൻ്റെ മുമ്പിൽ പേടിച്ച് വിറച്ച് നിൽക്കുന്നത് കാണുന്ന സമയത്ത് എന്തിനു നീ പേടിക്കണം? ഹവ്വിൻ അലൈക് അന ഇബ്നു ഇംറഅത്തിൻ തഅകുലുൽ ഖദീദ്. ഉണക്ക റൊട്ടി പിച്ച് തിന്നിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞ ഒരു മഹാനായ പ്രവാചകൻ. ഇതാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.